ഇവിടെ നമ്മൾ റൊട്ടേറ്റഡ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഹാഷ് മാപ്പ് വേർഷനാണ് ആദ്യം കാണിച്ചു തരുന്നത്. ഇത് കഴിഞ്ഞ് നമ്മളൊരു ഡി പി വേർഷൻ കൂടി ഉണ്ട്, അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, നമുക്ക് അതും നോക്കാം. പക്ഷെ ആദ്യം നമുക്ക് ഈ ഹാഷ് മാപ്പ് വേർഷൻ നോക്കിയിട്ട് എന്താണ് എത്ര ഈസിയറാണ് നമുക്ക് പ്രോബ്ലം സോൾവിങ് ഇതിലേക്ക് എത്താൻ പറ്റുക എന്ന് മനസ്സിലാക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മളത് എഫിഷ്യൻ്റ്ലി കുറച്ചും കൂടി നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് നമുക്ക് വേറെ വീഡിയോയിൽ നോക്കാം. നമുക്ക് ക്വസ്റ്റിനോട്ട് കിടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ റൊട്ടേറ്റഡ് ഡിജിറ്റ്സ് ആണ്. അപ്പോൾ റൊട്ടേറ്റഡ് ഡിജിറ്റ്സ് ഒരു മീഡിയം പ്രോബ്ലം ആണ്. എന്താണാവോ ഗൂഗിൾ ചോദിക്കണ ഈസി പ്രോബ്ലംസ് ഒക്കെ മീഡിയം പ്രോബ്ലംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ ഇൻഡിജർ എക്സ് ഈസ് ആൻ ഇൻഡിജർ എക്സ് ഈസ് എ ഗുഡ് is good if after rotating each digit individually by 180 degrees we get a valid number that is different from x. Each digit must be rotated. We cannot choose to leave it alone. Okay, number is valid if each digit remains a digit after rotation. For example, 0, 1 and 8 rotate to themselves. അല്ലെ 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 എന്നുള്ളത് അങ്ങനത്തെ വട്ടം കറക്കിട്ട് കഴിഞ്ഞാൽ 10 ആയി മാറും. 2 എന്ന് പറയുന്നത് എന്താ 2 and 5 rotate to each other. In this case, they rotate in a different direction. In other words, 2 or 5 gets mirrored. ശരി, ഇപ്പോൾ 2ഉം 5ഉം എന്താണ് മിറേഡ് ആവും എന്നാണ് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. 6 and 9 റൊട്ടേറ്റ് ടു ഈച്ച് അതർ. അപ്പോൾ എന്താണ് 6 തലയിരിച്ചിട്ട് കഴിഞ്ഞാൽ 9 ആയി മാറും. 2 റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മിറേഡ് ആവും എന്നാണ് പറയുന്നത് 5 ആയി മാറും എന്നാണ് പറയുന്നത്. അത് 2 and 5 റൊട്ടേറ്റ് ടു ഈച്ച് അതർ. ഓക്കെ, അങ്ങനെ തന്നെയാണ് പറയുന്നത് റൊട്ടേറ്റ് ടു ഈച്ച് അതർ, റൊട്ടേറ്റ് ടു ഈച്ച് അതർ. ഓക്കെ, 2 and 5ഉം റൊട്ടേറ്റ് ടു ഈച്ച് അതർ ആൻഡ് 6 and 9 റൊട്ടേറ്റ് ടു ഈച്ച് അതർ ആണ്. 0, 1 and 8 റൊട്ടേറ്റ് ടു ദെംസെൽസ് ആണ്. അപ്പോൾ ഈ വാല്യൂസ് ഒന്നും പറ്റില്ല. 3 പറ്റും. 3 എങ്ങനെ പറ്റുന്നത്? അപ്പം 3 തലരിച്ചിടുമ്പോൾ തലരിഞ്ഞ് മാറും എന്നുള്ളതാണ്ടാവും. ഓക്കെ, റെസ്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഡു നോട്ട് റൊട്ടേറ്റ് ടു എനി അതർ നമ്പർ ആൻഡ് ബിക്കം ഇൻവാലിഡ്. ഓക്കെ, 0 to 9 അപ്പൊ ആകെയുള്ളത് ഏതാ 3ഉം 4ഉം 7ഉം. 3ഉം 4ഉം 7ഉം മാത്രമേ ഉള്ളൂ. ഓക്കെ, given an integer and return the number of good integers in the range 1n. Okay, n equal to 10, output 4. There are 4 good numbers in the range 2, 5, 6, 9. അത് ശരി. ഇപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗുഡ് നമ്പേഴ്സ് ആണല്ലേ. ഗുഡ് നമ്പേഴ്സ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും റൊട്ടേറ്റ് ടു themselves. നമ്പർ is valid if each digit remains a digit after rotation. For example, 0, 1 and 8 rotate to themselves. 2 and 5 rotate to each other. Non-good numbers since they remain unchanged after rotating. അത് ശരി. ഇപ്പോൾ 0, 1 and 8 റൊട്ടേറ്റ് ടു ദെംസെൽസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് രണ്ടും ഗുഡാണ്, ഇത് രണ്ടും ഗുഡാണ്. അപ്പൊ ഈ 4 മാത്രമേ വരുള്ളൂ. അപ്പൊ 2, 5, 6, 9 മാത്രമേ വരുള്ളൂ. ശരി, n equal to 1 and output is 0, n equal to 2 and output is 1. n equal to 1 എന്ന് പറഞ്ഞാൽ 0ഉം 1 ആണ്. 0ഉം 1ഉം എന്താണ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0ഉം 1ഉം കിട്ടും. അപ്പോൾ 0 ഔട്ട്പുട്ട് വരിക. n equal to 2 എന്ന് പറഞ്ഞാൽ 0, 1, 2 വരും. അതിൽ 2 കിട്ടും പുറത്തേക്ക്. 0ഉം 1ഉം ഇല്ലാണ്ട് 2 കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഔട്ട്പുട്ട് 1 ആയി. കുറച്ച് കഷ്ടപ്പെടും. ഇതെന്തായാലും എന്താ ഇൻഡിജർ ഈസ് എ ഗുഡ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് വാല്യൂസ് എഴുതുമ്പോൾ 0 to 9 ഉള്ളിൽ നമുക്ക് 2, 5, 6, 9 ആണെന്ന് എഴുതാം. എന്നിട്ട് ആ വാല്യൂസ് എന്താണ് ഇതിന്റെ മുന്നേ നമ്മൾ ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചെയ്ത് നമുക്ക് എന്താണ് നമ്മള് മറ്റേ ഹാഷ് മാപ്പിന്റെ ഉള്ളിൽ നമ്മൾ സ്ട്രിങ്ങിനെ ഓൾറെഡി ഇട്ടിട്ട് നമ്മള് എന്താ ഇത് ഗുഡാണ് ഇത് ഗുഡാണെന്ന് എഴുതിയിട്ടില്ല. ഗുഡാണെന്നല്ല, അവിടെ നമ്മൾ എന്തായിരുന്നു രണ്ട് എന്താ സ്ട്രിങ് തമ്മിൽ കണക്ഷൻ നോക്കായിരുന്നു ചെയ്തിരുന്നത്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ബ്രാക്കറ്റും ഓപ്പൺ ആയിട്ടുള്ള ബ്രാക്കറ്റും തമ്മിലുള്ള കണക്ഷനാണ് നോക്കിയിരുന്നത്. ചിലപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഹാഷ് മാപ്പ് ആവും ഉപയോഗിക്കേണ്ടി വരിക. ഫസ്റ്റിന്റെ ഐഡിയോളജി അങ്ങോട്ടാണ് പോകണം. നമുക്കിനി എഴുതി നോക്കിയിട്ട് ഇതേപോലെ നമ്മൾ ഇതിന്റെ മുന്നത്തെ പ്രോബ്ലം ചെയ്ത പോലെ നമുക്ക് പ്രോബ്ലം ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെ എത്തും നോക്കാം. ഓക്കെ, ഞാൻ സ്വയം ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഈ പ്രോബ്ലത്തിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഓൾറെഡി നമുക്ക് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് എന്താണ് 1 റൊട്ടേറ്റ് ചെയ്താൽ 1 ആവുള്ളൂ, 0 റൊട്ടേറ്റ് ചെയ്താൽ 0 ആവുള്ളൂ, പിന്നെ എന്തായിരുന്നു 8 റൊട്ടേറ്റ് ചെയ്താൽ 8 ആവുള്ളൂ അല്ലേ. പിന്നെ നമുക്ക് എന്തായാലും 2 റൊട്ടേറ്റ് ചെയ്താൽ 5 ആവുന്നു. പിന്നെ നമുക്ക് 6 റൊട്ടേറ്റ് ചെയ്താൽ 9 ആവുന്നു അവർ പറഞ്ഞു തന്നു ഓൾറെഡി. അതുപോലെ തന്നെ 5 റൊട്ടേറ്റ് ചെയ്താൽ 2 ആവുന്നു, 9 റൊട്ടേറ്റ് ചെയ്താൽ 6 ആവുന്നു പറയാം അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ അവർ ഓൾറെഡി പറഞ്ഞു തന്ന കണ്ടീഷൻ. ഇനി അവർ പിന്നെ പറഞ്ഞത് എന്താണ്, ചില വാല്യൂസ് ഇതല്ലാണ്ട് ബാക്കിയുള്ള വാല്യൂസ് ഒന്നും ഗുഡ് നമ്പേഴ്സ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതല്ലാത്ത വാല്യൂസ് ഏതൊക്കെയായിരുന്നു,
3 4 7 അല്ലെ. അപ്പൊ ഇതൊന്നും എന്താണ് ഗുഡ് നമ്പേഴ്സ് അല്ല. അപ്പൊ ഗുഡ് നമ്പേഴ്സ് അല്ല. ഓക്കെ അല്ലേ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്ത് എത്തേണ്ടത്. ഇത് നമുക്ക് ചെയ്തെത്താൻ ഭയങ്കര എന്താണ് അത്ര വലിയ എന്താ ടഫല്ല. പക്ഷെ നമ്മൾ എന്താണ് ഇത് മനസ്സിലാക്കണം. ഞാനിപ്പോ മറ്റേത് പറഞ്ഞത് നമ്മളൊരു ഹാർഡ് കോഡ് ആയിട്ടുള്ള ഒരു ഹാഷ് മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങി ചെല്ലുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതുകൊണ്ട് നമ്മൾ എന്താണ് ഒരു ഹാഷ് മാപ്പ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇതുകൊണ്ട് നമ്മൾ എന്താണ് ഒരു സെറ്റും ക്രിയേറ്റ് ചെയ്യും. സെറ്റ് ഓർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഏതായാലും കുഴപ്പമില്ല, കാരണം 3 4 7 ആണ് അല്ലെ. ഇനി എന്താണ് നമ്മൾ വരുന്ന നമ്പർ നമ്മളിപ്പോ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താണ് ഇത് ഓരോ ഡിജിറ്റും ചെക്ക് ചെയ്യണം. അപ്പൊ അല്ലെ, അപ്പൊ ആദ്യം നമുക്ക് വരുന്ന നമ്പറിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഒരു സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ആ സ്ട്രിങ്ങിന് ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈച്ച് ഡിജിറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. ഇനി ഈച്ച് ഡിജിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈച്ച് ഡിജിറ്റിൽ എന്തുണ്ടാവണം? ഈച്ച് ഡിജിറ്റ് എന്താ ആവരുത്? ഈച്ച് ഡിജിറ്റ് ഈ ഒരു സെറ്റിൽ വരാൻ പാടില്ല. ഇതില് അടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻ ദിസ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താവും? നമുക്ക് റിട്ടേൺ ഫോൾസ്. നമുക്ക് എന്താണ് ഇതൊരു ഗുഡ് നമ്പർ അല്ലാന്ന് അപ്പോൾ തന്നെ പറയാം. ഇനി അല്ല ഇതിലല്ല ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം? ഇതിലത്തെ വാല്യൂ ആണ് റൊട്ടേറ്റ് ചെയ്തപ്പോ കിട്ടിയത് അല്ലെ. അപ്പൊ നമ്മളൊരു എന്താണ് ഓൾറെഡി നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അപ്പൻഡ് ഓഫ് നമ്മുടെ എന്താണ് ഈ റൊട്ടേറ്റ് ചെയ്ത നമ്മുടെ ഈ മാപ്പ് അല്ലെ. അപ്പൊ നമുക്ക് 6 ആണ് ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് കയറണം? ഇവിടെ 9 ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൻഡ് ഓഫ് 9 എന്ന് കയറും. പിന്നെ നമുക്ക് എന്താണ് അപ്പൊ നമുക്ക് ഒരു ഫുൾ ആയിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ആവും. ആ ഫുൾ ആയിട്ട് കിട്ടിയ ലിസ്റ്റ് നമ്മൾ ആകെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം എന്തേ ഉള്ളൂ? റിട്ടേൺ. നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? നമ്മള് എന്താണ് ഇതിന് മുന്നേ വന്ന നമ്പർ സ്ട്രിങ്, ആ സ്ട്രിങ് നമ്പറും നമുക്ക് നോട്ട് ഈക്വൽ ടു ഇപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഈ അപ്പൻഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത നമ്മുടെ സ്ട്രിങ്ങും. അപ്പൊ ഡോട്ട് ജോയിൻ ഓഫ് നമ്മുടെ ഈ സ്ട്രിങ് ഈ എന്താ അറേ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവരുത്. കാരണം ഇതും നമ്മുടെ ഗുഡ് കണ്ടീഷനിലാണ്. ഇപ്പൊ എന്താണ് ഗുഡ് നമ്പർ ആവാനുള്ള രണ്ട് കണ്ടീഷനാണ്. ഗുഡ് നമ്പർ ആവാനുള്ളത് നമുക്ക് എന്താണ് ഈ ഡിജിറ്റ്സ് വെച്ചിട്ടുള്ള ഒരു കണ്ടീഷനും പറയുന്നുണ്ട്. പിന്നെ എന്താണ് അതിന്റെ റൊട്ടേറ്റഡ് വാല്യൂ നോട്ട് ഈക്വൽ ടു കറന്റ് വാല്യൂ. നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ നമ്മുടെ കറന്റ് വാല്യൂ തമ്മിൽ ഈക്വൽ ആവരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്താണ് ഇത് ട്രൂ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഗുഡ് നമ്പർ ആണെന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു കണ്ടീഷൻ കിട്ടും. പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ അവര് ആകെ റൺ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് 1,n+1 എന്നുള്ള റേഞ്ച് വരെ റൺ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും? ഗുഡ് നമ്പർ ആണോ അല്ലേന്ന് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഓരോന്നിന്റെയും കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്താ കൗണ്ട് നമുക്ക് എന്താ പ്ലസ് ഈക്വൽ ടു 1 ആക്കുക. ഗുഡ് നമ്പർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ റിട്ടേൺ ദ കൗണ്ട്. ഓക്കെ. നമുക്കിനി റൊട്ടേറ്റഡ് ഡിജിറ്റ്സ് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ഓരോ ലൈനായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്താണ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എന്താണ് ആ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഗുഡ് നമ്പർ ആണോ അല്ലേ നോക്കുക. അപ്പൊ നമുക്ക് ഈസ് ഗുഡ് നമ്പർ എന്ന് നോക്കാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കൂ, നമുക്ക് എല്ലാ ഫംഗ്ഷൻസിനെയും നമ്മൾ ഇങ്ങനെയാണ് എഴുതണത് അല്ലേ. ഇതിനെന്താ പറയാ? ഇതിനാണ് നമ്മൾ സ്നേക്ക് കേസ് എന്ന് പറയാം. അപ്പൊ ഇതിന് എന്താണ് നമ്മൾ എന്താ അല്ല ഇതിനാണ് ക്യാമൽ കേസ് എന്ന് പറയാം. സോറി, ഇതിനാണ് ക്യാമൽ കേസ് എന്ന് പറയാ. ക്യാമൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹമ്പുള്ള പോലെയാണ്. അപ്പൊ ഇസ് ഗുഡ് ഫസ്റ്റത്തെ വാല്യൂ നമുക്ക് എന്താണ് സ്മോളും പിന്നത്തെ വാല്യൂ നമുക്ക് എന്താണ് നമ്പർ എന്ന് പറഞ്ഞിട്ട് എഴുതും. അതേപോലെ തന്നെ നമുക്ക് ഈ വാല്യൂ കൂടി എഴുതാം. ഇപ്പൊ എന്ന് പറഞ്ഞൊരു വാല്യൂ എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് എന്താണ് ഇതിന് നമുക്കൊരു വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുക. എന്താ അതിന് വിളിക്കുക? റൊട്ടേറ്റഡ് മാപ്പ്. അപ്പൊ ഇതുണ്ട്, ഇതിൽ അണ്ടർസ്കോർ എന്നിട്ട് വിളിക്കണതിനെയാണ് നമ്മൾ സ്നേക്ക് കേസ് എന്ന് പറയാം. അല്ലേ, ആണ് സ്നേക്ക് കേസും ക്യാമൽ കേസും. അപ്പോൾ പറ്റുന്നത്ര ഫംഗ്ഷൻസ് ഒക്കെ ക്യാമൽ കേസിൽ എഴുതുക, പറ്റുന്നത്ര വേരിയബിൾസ് ഒക്കെ സ്നേക്ക് കേസിൽ എഴുതണം എപ്പോഴും. റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുമ്പോൾ അത് കുഴപ്പമില്ല, അത് വെറുതെ ഒരു വാല്യൂ നെയിമാണ്. റൊട്ടേറ്റഡ് മാപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെന്റ് വേർഡ്സ് ആണ്, അത് കണക്ട് ചെയ്യുന്നത് നമ്മളൊരു സ്നേക്ക് കേസ് എന്തായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ യോ ഇനി നമുക്ക് എന്തൊക്കെയാണ് പറയണത്? ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എന്തായിരുന്നു നമുക്ക് എന്താണ് ഇവിടെ സ്ട്രിങ് ആണ് വേണ്ടത്. അപ്പൊ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ഒന്ന് തന്നെ കിട്ടും. രണ്ട് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടാന്ന് പറയണേ? 5 കിട്ടും. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് മാറ്റിയതും പറയാം. 5 റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. അതേപോലെ 0 റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും.
അതേപോലെ നമുക്ക് 8 റൊട്ടേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 8 തന്നെ കിട്ടും എന്നാണ് പറയുന്നത് അല്ലേ? നമുക്ക് എന്താണ് 6ഉം 9ഉം ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ 9 റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് 6 കിട്ടും. ഓക്കെ, നമുക്ക് നമ്മുടെ റൊട്ടേറ്റഡ് മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇൻവാലിഡ് ആയിട്ടുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് വെച്ചാൽ അതിൻ്റെയും കൂടെ നമുക്ക് റിട്ടേൺ ഫോൾസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ ഒരു എന്താ സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഏതൊക്കെയായിരുന്നു ഇൻവാലിഡ്? 3 ഇൻവാലിഡ് എന്ന് പറഞ്ഞവര്, 4 ഇൻവാലിഡ് എന്ന് പറഞ്ഞവര്, 7 ഇൻവാലിഡ് എന്ന് പറഞ്ഞവര്. നമ്മുടെ എല്ലാ ഡിജിറ്റ്സും അല്ലെ 0 to 9 വരെയുള്ള എല്ലാ ഡിജിറ്റ്സും ആയി നമുക്ക് എന്താണ് ഒരു ഒരു കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് എല്ലാ ഡിജിറ്റ്സിനും വേണ്ടിയിട്ടുള്ള മാപ്പ് ഓൾറെഡി റെഡിയാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇനി ഒരു എന്താ റിസൾട്ട് ക്രിയേറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് റൊട്ടേറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു എന്താ അറേ ആയിട്ട് വിളിക്കാം. പിന്നെ നമുക്ക് എന്താണ്, നമുക്ക് ഈ സ്ട്രിങ് ആക്കണ്ടേ, ഇതിനെ നമ്മിന് നമുക്ക് സ്ട്രിങ് ആക്കണം. അപ്പോൾ എന്താണ് നം സ്ട്രിങ് എന്ന് വിളിക്കാം, ഈക്വൽ ടു സ്ട്രിങ് ഓഫ് നം. നമുക്ക് എന്താണ് ഓരോ ഡിജിറ്റ്സ് കൂടി നമ്മൾ മൂവ് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് 4 ഡിജിറ്റ് ഇൻ നമ്മുടെ എന്താണ് നം str വിളിക്കാം. നമ്മുടെ ഒരു സ്ട്രിങ്ങിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്താണ് ഈഫ് ഡിജിറ്റ് ഇൻ, നമുക്ക് എന്താണ് ഇതിൽ ഏതിലൊക്കെ ഉള്ളത് നോക്കണം അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഇൻവാലിഡ് ഡിജിറ്റ്സിൽ അവൈലബിൾ ആണോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഡയറക്റ്റ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡയറക്റ്റിനെ റിട്ടേൺ ഫോൾസ് എന്ന് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ എന്താണ് ഈ റൊട്ടേറ്റഡിന്റെ ഉള്ളിലോട്ട് നമ്മൾ അപ്പൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റൊട്ടേറ്റഡ് ഡോട്ട് അപ്പൻഡ് ഓഫ് നമുക്ക് എന്താണ് ആ വാല്യൂനെ അപ്പൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനത്തെ നമ്മുടെ ഈ റൊട്ടേറ്റ് ചെയ്ത വാല്യൂനെ നമുക്ക് അപ്പൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ റൊട്ടേറ്റഡ് മാപ്പ് ഓഫ് നമ്മുടെ ഈ വാല്യൂ ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് അത് റൊട്ടേറ്റ് ചെയ്ത വാല്യൂ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും, സ്ട്രിങ് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്ട്രിങ് കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n ആണ്. അപ്പൊ നമ്മൾ അത് ചെയ്യരുത്. നമുക്ക് പറ്റുന്നത്ര നമ്മൾ എന്ത് വെച്ചാൽ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിസ്റ്റിന്റെ ഉള്ളിലേക്ക് അപ്പൻഡ് ചെയ്യുക, എന്നിട്ട് പിന്നെ ജോയിനെ വിളിച്ചിട്ട് ചെയ്താൽ മതി. ഇത് രണ്ടും ഓർഡർ ഓഫ് 1 ആണ്, അതുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. അപ്പൊ എന്താണ് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടുള്ള റിസൾട്ടും സ്ട്രിങ് കോൺകാറ്റിനേഷൻ എപ്പോഴും എന്താണ് ഓർഡർ ഓഫ് n ആണ്. അത് മീൻസ് ഓർമ്മ നിൽക്കണം എപ്പോഴും. ഇനി നമുക്ക് എന്താണ് ഇവിടുന്ന് എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? ഈ രണ്ട് വാല്യൂസും സെയിം ആണോ നോക്കണം അല്ലേ? അപ്പൊ നമുക്ക് നം ഓഫ് സ്ട്രിങ്ങും അല്ല സെയിം അല്ലല്ലോ, സെയിം അല്ലെങ്കിൽ മാത്രമാണ് എന്തായത് ഗുഡ് നമ്പർ ആണെന്നും പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഡോട്ട് ജോയിൻ ഓഫ് നമ്മുടെ എന്താണ് റൊട്ടേറ്റഡ് വാല്യൂ അല്ലേ? ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി നമുക്ക് എന്താ ഇവിടെ നമുക്ക് ഓൾറെഡി ഉള്ള n, ഈ n നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നമുക്ക് ഇതേപോലെ ഇവർ എഴുതിയ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡ് എഴുതാം. ഇത് നമുക്ക് ഇവിടുന്ന് എന്താ നമുക്ക് വേണ്ടത്? ബൂളാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് ഇവിടുന്ന് എന്താണ് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ വിളിക്കാം. ഇനി അതേപോലെ നമുക്ക് എന്താണ് ഇവിടെ ഫോർ ലൂപ്പ് നമ്മൾ റൺ ചെയ്യിക്കണം. ഫോർ നമ്മുടെ നമ്പർ അല്ലേ? അപ്പൊ ഫോർ നമ്പർ എന്ന് എഴുതണ്ട, ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 1,n+1 എഴുതണേ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈസ് ഗുഡ് നമ്പർ ആണോ എന്ന് നോക്കണം അല്ലേ? അപ്പൊ ഈസ് ഗുഡ് നമ്പർ ഓഫ് ഐ. അപ്പോൾ ഗുഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കൗണ്ട് പ്ലസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കൗണ്ട് ഒന്നും ചെയ്യണ്ട. നമുക്ക് കൗണ്ടാണ് ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യും? റിട്ടേൺ കൗണ്ട്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. കേസ് കറക്റ്റായി. നമുക്കിതൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്തപ്പോഴും ഓക്കെയാണ്.